അങ്ങനെ ഞാനിതാ കുറച്ചാളത്തെ മടിക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ വരുമ്പോഴുള്ള വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും എഡിറ്റ് ആക്കാൻ അപ്ലോഡ് ചെയ്യാനും ഭയങ്കര മടി. ഇപ്പൊ ഇറങ്ങിയിട്ട് വന്നത് ഡ്രസ്സ് എടുക്കാനാണ്. ബാംഗ്ലൂർ വന്നത് പെരുന്നാക്കേക്ക് ഫൗനയും കൂട്ടി നാട്ടിൽ പോകാനും. പക്ഷെ സംഭവിച്ചതോ ഞാനും കൂടി ഇവിടെയായി. അങ്ങനെ എവിടേക്കാന്നൊന്നില്ലാണ്ട് ഫാമിലി ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ കഴിഞ്ഞു. ഡ്രസ്സ് ലക്ഷ്യം വെച്ച് ഇറങ്ങിയതാണെങ്കിലും എത്തിപ്പെട്ടത് ബാംഗ്ലൂർ ഫുഡ് സ്ട്രീറ്റിൽ. ആദ്യം ഫുഡ്, അത് കഴിഞ്ഞാവാ എന്തും. ആദ്യം ഒരു സ്വീറ്റ്സിൽ തന്നെ തുടങ്ങാം. പണ്ടൊക്കെ നാട്ടിൽ ഇടയ്ക്കിടെ കിട്ടിക്കൊണ്ടിരുന്നായിട്ടാണെങ്കിലും ഇപ്പൊ അങ്ങനെയൊന്നും കാണാനില്ല അല്ലേ. അങ്ങനെ ആദ്യം പൊങ്ങും ശർക്കരയും കൂട്ടി കഴിച്ചു. പിന്നെ സ്പ്രിംഗ് ഓണിയൻ പോലെ തോന്നിക്കുന്ന ഒരു ഐറ്റം കൂടി. പക്ഷെ ഇതിൽ ഓണിയൻ ഇല്ല കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം പോലെ ചുട്ടെടുക്കുന്ന പേരറിയാത്ത എന്തോ ഒരു ഐറ്റം കൂടി. അടുത്ത് നമ്മൾ സ്പ്രിംഗ് പൊട്ടാറ്റോ. ഇത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങാതിരിക്കാൻ പറ്റും. പിന്നെ നാക്കിൽ എരുമാറ്റാൻ വേണ്ടി ചോക്ലേറ്റ് വിത്ത് വാനില ഐസ്ക്രീം. വെള്ളിയാഴ്ച പോയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ എന്തെങ്കിലും ഷോപ്പിൽ പോയി കഴിക്കണം എന്ന് വിചാരിച്ചാൽ ചോക്ലേറ്റ് വിത്ത് സ്ട്രോബെറി. സ്ട്രോബെറിയും എന്റെ ഫേവറേറ്റ് ആണ്, ചോക്ലേറ്റും എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ പിന്നെ ഇത് പറയണ്ടല്ലോ. പഴുത്ത സ്ട്രോബെറി ആയതുകൊണ്ട് തന്നെ വായിലിട്ടപ്പോൾ തന്നെ അങ്ങ് അലിഞ്ഞില്ലാണ്ടായി പോളി സാധനം. അങ്ങനെ 11 മണിയൊക്കെ ആയപ്പോൾ ഡ്രസ്സിന്റെ ഏരിയയിലെത്തി. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ മരണത്തിരക്ക്. അങ്ങനെ ഒരുപാട് ഷോപ്പിൽ കയറി അവസാനം ഡ്രസ്സ് എടുത്തു. അങ്ങനെ ബാക്കിയുള്ള പർച്ചേസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സമയം അങ്ങ് എത്തിയിട്ടുണ്ട്. ഒടുക്കത്തെ തിരക്കായതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്തു നടന്ന് പോവാം. സമയം 1:15 കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൂമിലെത്തുമ്പോഴത്തേക്ക് ഒരു ടൈം ആയത് തന്നെ അത്തായം കഴിച്ച് കിടക്കാം. അപ്പൊ അടുത്ത വിശേഷമായി വീണ്ടും കാണാം. ബൈ.